ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് IIT ഖരഗ്പൂരിലെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിൽ. ഹ്രസ്വദൂര വ്യോമ മിസൈലുകൾ രാജ്യം വിജയകരമായി പരീക്ഷിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മകൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതി. രാജ്യത്തെ കോവിഡ് പരിശോധനകൾ 21 കോടി കവിഞ്ഞു. രോഗമുക്തി നിരക്ക് 97.22%. കേരളത്തിൽ 2212 പേർക്ക് കൂടി കോവിഡ്. വിജയ് ഹസാര ട്രോഫി ഏകദിന മത്സരത്തിൽ കേരളത്തിന് തുടർച്ചയായ 2ാം ജയം. ISL ഫുട്ബോളിൽ 1ാം സ്ഥാനക്കാരായ ATK മോഹൻ ബഗാനെ സമനിലയിൽ തളച്ച് ഹൈദരാബാദ് FC. വാർത്തകൾ വിശദമായി. IIT ഖരഗ്പൂരിന്റെ 66ാമത് വാർഷിക ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് 12:30 വെർച്വലായാണ് സമ്മേളനം നടക്കുക. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക്, വിദ്യാഭ്യാസ സഹമന്ത്രി സഞ്ജയ് ധോത്രെ എന്നിവരും പങ്കെടുക്കും. 9 സ്വർണ്ണ മെഡൽ ജേതാക്കളും 66 വെള്ളി മെഡൽ ജേതാക്കളും ഉൾപ്പെടെ 75 വിദ്യാർത്ഥികളെ അവാർഡുകൾ സ്വീകരിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. 2800-ലേറെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി ബിരുദം നൽകും. അക്കാദമിക് ഗവേഷണം, സാമൂഹ്യ സേവനം, പൊതുജനക്ഷേമം എന്നീ രംഗങ്ങളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 27 പേർക്ക് IIT ഖരഗ്പൂർ ലൈഫ് ഫെലോ അവാർഡ്, വിശിഷ്ട പൂർവ്വ വിദ്യാർത്ഥി അവാർഡ് എന്നിവയും സമ്മേളനത്തിൽ നൽകും. പശ്ചിമബംഗാൾ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനം ത്വരിതപ്പെടുത്താൻ സംസ്ഥാനത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്ന് ഹൂഗ്ലിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചിമബംഗാളിൽ ഒരു മാസത്തിനിടെ ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എത്രയും വേഗം രാജ്യത്ത് നടപ്പാക്കുന്നതിന് സർക്കാർ ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക ഭാഷയിലുള്ള അധ്യയനം ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ജനവിഭാഗങ്ങൾക്ക് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിൽ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എണ്ണ, ഊർജ്ജ മേഖലകൾക്കായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായും 3000 കോടി രൂപയുടെ പദ്ധതികളാണ് അസമിന് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗാന്ധിനഗറിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിന്റെ ഇന്ന് നടക്കുന്ന 3ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയാകും. ഗവേഷണ ബിരുദങ്ങൾ ഉൾപ്പെടെ 244 വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ബിരുദങ്ങൾ സമ്മാനിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളെ സ്വർണ്ണ പതക്കം നൽകി ആദരിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ ചടങ്ങിൽ സംബന്ധിക്കും. രാഷ്ട്രപതി അഹമ്മദാബാദിൽ നാളെ മൊട്ടേര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചടങ്ങിൽ പങ്കെടുക്കും. VLSRSM വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO ഇന്നലെ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂരിലെ പരീക്ഷണ മേഖലയിലാണ് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളുടെ പരീക്ഷണം നടന്നത്. ഹ്രസ്വദൂര വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കുന്നത് ലക്ഷ്യമിട്ട് വികസിപ്പിച്ച മിസൈലുകളാണ് ഇവ. 2 പരീക്ഷണങ്ങളിലും കൃത്യമായി ലക്ഷ്യം മറികടക്കാൻ കഴിഞ്ഞതായി DRDO വൃത്തങ്ങൾ അറിയിച്ചു. 2 വിക്ഷേപണങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച DRDO സംഘത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റാരോപിതരായ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മകൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതി. വിചാരണ കോടതിക്ക് മുൻപാകെ തെളിവുകൾ നൽകണമെന്നാവശ്യപ്പെട്ട് BJP MP സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. ഏപ്രിൽ 12ഓടെ ഹർജിയിന്മേലുള്ള പ്രതികരണം വ്യക്തമാക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി ഓസ്കർ ഫെർണാണ്ടസ്, സുമൻ ദുബൈ, സാം പിത്രോദ അടക്കമുള്ളവർക്കും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിലെ എല്ലാ തുടർ നടപടികളും ഏപ്രിൽ 12 വരെ നിർത്തിവെക്കാനും ജസ്റ്റിസ് സുരേഷ് കൈത്ത് ഉത്തരവിട്ടു. വിവിധ കേസുകളിൽ CBI ED അന്വേഷണം നേരിടുന്ന കോൺഗ്രസ് MP കാർത്തി ചിദംബരത്തിന് വിദേശയാത്ര നടത്താൻ സുപ്രീംകോടതി അനുമതി. യാത്രയ്ക്ക് മുൻപായി രജിസ്ട്രി മുൻപാകെ 2 കോടി രൂപ കെട്ടിവെക്കണമെന്നും സന്ദർശിക്കുന്ന പ്രദേശങ്ങൾ, താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. എയർസെൽ മാക്സിസ് ഇടപാടിന് പുറമെ INX മീഡിയയ്ക്ക് 305 കോടി രൂപ വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി ലഭിച്ച വിഷയത്തിലും കാർത്തി ചിദംബരം അന്വേഷണം നേരിടുന്നുണ്ട്. അനധികൃത കൽക്കരി ഖനന കേസുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് MP അഭിഷേക് ബാനർജിയുടെ ഭാര്യ സഹോദരിയെ CBI ഇന്നലെ ചോദ്യം ചെയ്തു. നേരത്തെ ബാനർജിയുടെ ഭാര്യ റുജിറിയെയും ഏജൻസി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു. അതേസമയം അന്വേഷണ വിഷയം സംബന്ധിച്ചോ ചോദ്യം ചെയ്യാനുള്ള കാരണത്തെപ്പറ്റിയോ തനിക്ക് അറിവില്ലെന്ന് റുജിറ ഇന്നലെ ഏജൻസിയെ അറിയിച്ചു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവനാണ് അഭിഷേക് ബാനർജി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
രാജ്യത്തെ കോവിഡ് പരിശോധനകൾ റെക്കോർഡിലെത്തിയതായി ആരോഗ്യ മന്ത്രാലയം. ഇതുവരെ 21.15 കോടി സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് സ്ഥിരീകരണ നിരക്ക് 5.2%. രോഗമുക്തി നിരക്ക് 97.22%. കഴിഞ്ഞ 24 മണിക്കൂറിൽ 9,000-ലേറെ പേരാണ് രോഗമുക്തി നേടിയത്. ഇതിനകം 1,06,00,000-ലേറെ പേർ രോഗമുക്തി നേടി. നിലവിൽ 1,50,055 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. രാജ്യത്ത് ഇതുവരെ 1,14,24,094 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് നടത്തിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ബിന്ദു വിനോദ്. 75,40,602 ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മനോഹർ അഗ്നാനി അറിയിച്ചു. ഇതിൽ 64 ലക്ഷം പേർ ഒന്നാം ഡോസും 11 ലക്ഷം പേർ രണ്ടാം ഡോസും കുത്തിവയ്പ് സ്വീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 3,07,238 പേർ രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചു. ലക്ഷദ്വീപ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ 75% ആരോഗ്യ പ്രവർത്തകരും മുന്നണി പ്രതിരോധ പ്രവർത്തകരും കുത്തിവയ്പിന് വിധേയരായി. വാക്സിൻ കുത്തിവയ്പിന് ശേഷം 46 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 41 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ കോവിഡ് വാക്സിൻ യജ്ഞത്തിന്റെ പുരോഗതി വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല ചർച്ച നടത്തി. ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ, നിതി ആയോഗ് അംഗം വി കെ പോൾ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര, ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ പെട്ടെന്നുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. കേരളത്തിൽ ഇന്നലെ 2,212 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. യുകെയിൽ നിന്നും വന്ന 2 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗബാധ കണ്ടെത്തി. യുകെയിൽ നിന്നും വന്ന 88 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 72 പേർ രോഗമുക്തരായി. ആകെ 10 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 38,103 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് സ്ഥിരീകരണ നിരക്ക് 5.81. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങൾ കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,105 കോവിഡ് രൂക്ഷമായ ബ്രിട്ടനിൽ കഴിഞ്ഞ ക്രിസ്തുമസിന് മുൻപ് നിലവിൽ വന്ന അടച്ചുപൂട്ടൽ പിൻവലിക്കാനുള്ള തീരുമാനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്നലെ പ്രഖ്യാപിച്ചു. രാജ്യത്ത് ബൃഹത്തായ പ്രതിരോധ വാക്സിൻ വിതരണം നൽകുന്ന സുരക്ഷയെ മുൻനിർത്തി 4 ഘട്ടങ്ങളിലായി അടച്ചുപൂട്ടൽ പിൻവലിക്കാനാണ് തീരുമാനം. വിശദാംശങ്ങൾ. മാർച്ച് 8-ന് സ്കൂളുകൾ തുറന്നു പ്രവർത്തിച്ചു തുടങ്ങും. ഏപ്രിൽ 12-ന് വ്യാപാര സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, ബാർബർ ഷോപ്പുകൾ തുടങ്ങിയവയും, മെയ് 17-ന് തിയേറ്ററുകൾ, ഹോട്ടലുകൾ, പകുതി കാണികളോടെ സ്റ്റേഡിയങ്ങൾ തുടങ്ങിയവയും തുറന്നു പ്രവർത്തിക്കും. ജൂൺ 21-ന് രാജ്യം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങിവരുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. പക്ഷേ പുതിയ കേസുകളിലും ആശുപത്രി പ്രവേശനങ്ങളിലും മരണനിരക്കിലുമുള്ള കുറവ്, വൈറസിന്റെ പുതിയ വകഭേദങ്ങളുടെ അഭാവം എന്നീ ഘടകങ്ങളിൽ മാറ്റമുണ്ടായാൽ തീരുമാനം പുനഃപരിശോധിക്കും. ഇന്നലെ വരെ ഏകദേശം 17.5 ദശലക്ഷം പേർക്ക് വാക്സിന്റെ ആദ്യ ഡോസ് നൽകിക്കഴിഞ്ഞു. ജൂലൈ 31-നകം രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും വാക്സിൻ നൽകുകയാണ് ലക്ഷ്യം. വാക്സിൻ സുരക്ഷയുടെ ഫലം കണ്ടു തുടങ്ങിയെന്നാണ് സൂചനകൾ. ആഴ്ചകൾക്കകം 60 വയസ്സിന് മുകളിലുള്ള ഭൂരിഭാഗം പേർക്കും വാക്സിൻ നൽകിക്കഴിയുന്നതോടെ രോഗവ്യാപനത്തിലും മരണനിരക്കിലും ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ആകാശവാണിക്ക് വേണ്ടി ബ്രിട്ടനിൽ നിന്നും എൻ വാസുദേവ്. കേരളം, കർണാടകം, തമിഴ്നാട് ഉൾപ്പെടെ 18 സംസ്ഥാനങ്ങളിലെ 50 സ്ഫൂർത്തി ക്ലസ്റ്ററുകൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. മസ്ലിൻ, ഖാദി, കയർ, കളിമൺ വ്യവസായം തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള 42,000-ലേറെ കരകൌശല വിദഗ്ധർക്ക് ഇവ പിന്തുണ ഉറപ്പാക്കും. എല്ലാവരിലേക്കും വികസനം എത്തിച്ചു എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകതയെന്ന് കേന്ദ്രമന്ത്രി വി കെ സിംഗ്. എല്ലാ വിഭാഗങ്ങളുടെയും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയിലൂടെ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂവെന്നും ജനറൽ വി കെ സിംഗ് പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്രയുടെ കണ്ണൂർ ജില്ലയിലെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിജയ് ഹസാര ട്രോഫി ഏകദിന മത്സരത്തിൽ കേരളത്തിന് തുടർച്ചയായ 2ാം ജയം. ഉത്തർപ്രദേശിനെതിരെ 3 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ ജയം. ഓപ്പണർ റോബിൻ ഉത്തപ്പയുടെയും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെയും ഇന്നിംഗ്സുകളുടെ കരുത്തിലാണ് കേരളം ജയിച്ചത്. മുൻ ഇന്ത്യൻ താരവും മലയാളി പേസറുമായ എസ് ശ്രീശാന്ത് കേരളത്തിനായി 5 വിക്കറ്റ് നേട്ടം കൊയ്തു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കരുത്തരും നിലവിലെ 1ാം സ്ഥാനക്കാരുമായ ATK മോഹൻ ബഗാനെ സമനിലയിൽ കുരുക്കി ഹൈദരാബാദ് FC പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി. ഗോവയിലെ വാസ്കോയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് IIT ഖരഗ്പൂരിലെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിൽ. ഹ്രസ്വദൂര വ്യോമ മിസൈലുകൾ രാജ്യം വിജയകരമായി പരീക്ഷിച്ചു. രാജ്യത്തെ കോവിഡ് പരിശോധനകൾ 21 കോടി കവിഞ്ഞു. രോഗമുക്തി നിരക്ക് 97.22%. കേരളത്തിൽ 2,212 പേർക്ക് കൂടി കോവിഡ്. വിജയ് ഹസാര ട്രോഫി ഏകദിന മത്സരത്തിൽ കേരളത്തിന് തുടർച്ചയായ 2ാം ജയം.
ISL ഫുട്ബോളിൽ ഒന്നാം സ്ഥാനക്കാരായ ATK മോഹൻ ബഗാനെ സമനിലയിൽ തളച്ച് ഹൈദരാബാദ് FC. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.